വസീഫ്, ഇവിടെ ഇപ്പോൾ നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവിടെ ജോലി കൂടുകയാണ് ഇപ്പോൾ കിട്ടുന്ന കാര്യത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം തന്നെ അയച്ചു തന്ന റിപ്പോർട്ടിൽ എനിക്ക് ഇപ്പോഴും കോൺട്രഡിക്ഷൻ ഉണ്ട്, അത് കൃത്യമാകുന്നില്ല. കുറവുകൾ വന്നിരിക്കുന്നു, കോൺട്രാക്ട് ജോലികൾ ആണ് ഇപ്പോൾ കൂടുതൽ എന്നൊക്കെ പറയുന്നതിനെ തന്നെയാണോ നിങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് പെർമനന്റ് ആണോ കോൺട്രാക്ട് ആണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. എംപ്ലോയ്മെന്റ് പ്രധാനപ്പെട്ട ജോലി കാര്യമാണല്ലോ. UPSCയും BSRBയും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡും കേരളത്തിലെ PSC അപ്പോയിന്റ്മെന്റ് എത്രയാ? കേരളത്തിലെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് എത്രയാ? കേരളത്തിലെ PSC അപ്പോയിന്റ്മെന്റ് എത്രയാ? കേരളത്തിലെ PSC അപ്പോയിന്റ്മെന്റ് എത്രയാ? കേരളത്തിലെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് എത്രയാ? ജോലി നൽകുന്നുണ്ട്. നടക്കുന്നില്ല, ജോലികളിൽ കുറവുണ്ട്, പെർമനന്റ് അപ്പോയിന്റ്മെന്റ് കുറവാണ്. ബാങ്കിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കണക്കുകൾ ഇപ്പോൾ മുമ്പുള്ളതുപോലെ അല്ല. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു കാര്യവും നടക്കുന്നതായി കഴിഞ്ഞ കുറച്ചു കാലമായി അറിയില്ല. ഇത് കൂടാതെയാണ് സംസ്ഥാനങ്ങളോട് BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള വിവേചനം, അവരുടെ സാമ്പത്തിക മേഖലകളിൽ കൈവെക്കുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ, സാമ്പത്തിക ഉപരോധമെന്ന് ഇന്ന് DYFI പറഞ്ഞിരിക്കുന്നത്. കേരളത്തില് ഞാൻ പറയാം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഞാൻ പറയാം, കേരളത്തിലെ PSC നടത്തിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളുടെ എണ്ണം എത്ര? 2022-23 നിൽക്കട്ടെ, അതിന് മുൻപുള്ള 2 വർഷം എത്ര നടത്തിയിട്ടുണ്ട് പറയട്ടെ, അപ്പൊ അറിയാലോ നമുക്ക് എത്ര ഉണ്ടെന്നുള്ളത്. കൃഷ്ണദാസ്, ഇന്നത്തെ മനോരമയിൽ 9ാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. കൃഷ്ണദാസിനും BJPക്കും ഒക്കെ ഇവരങ്ങനെയാണല്ലോ കേസ് കൊടുക്കുന്നവരാ. ഒരു കേസ് കൊടുക്കണം. UPSC പുറത്തുവിട്ട ഒരു കണക്ക് എന്നാണ് പറയുന്നത്. 2022 ജൂലൈ മുതൽ 2023 ജൂൺ വരെ രാജ്യത്ത് ഏറ്റവും അധികം നിയമനം നടത്തിയ PSC കേരളത്തിലേത്? കേൾക്കണേ, മലയാളത്തിലാണ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവില്ല. UPSCയുടെ കണക്കനുസരിച്ച് ഈ കാലയളവിൽ 27 സംസ്ഥാന PSCകൾ നടത്തിയ 66,888 നിയമനങ്ങളിൽ 28,730 28,730 എണ്ണവും കേരളത്തിലാണ്. അതായത് 42.95%. ബംഗാളിൽ 8,021. UPയിൽ നിങ്ങളുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിൽ വലിയ സംസ്ഥാനമാണ്, അവിടെ ആകെയുള്ളത് 7,291 വീതം നിയമനങ്ങൾ നടന്നു. അരുണാചൽ പ്രദേശ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാണ് UPSC സമാഹരിച്ചത്. ഇത് മലയാള മനോരമയിൽ ഇന്ന് വന്ന ഒരു കുഞ്ഞ് വലിയ വാർത്തയാണ്. ഇതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ 2018-നും 2022-നും ഇടയിൽ ഇന്ത്യയിലാകെ മരിച്ചത് 25,231 പേരാ. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പേരിലാ ആത്മഹത്യ ചെയ്യുക. പിന്നെ ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങളുടെ മന്ത്രി പാർലമെൻറ്റിനകത്ത് പറഞ്ഞ കണക്കെന്താ? എത്രയാ? 3 ലക്ഷത്തിലധികം ഒഴിവുണ്ട് എന്ന നിയമന നിരോധനമാണ് ഇന്ത്യൻ റെയിൽവേയിൽ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി എളുപ്പത്തിൽ BJPക്കാരോടും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടും ഞാൻ പറയാം, UPSCയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ പ്രദേശത്ത് നിയമനം കിട്ടിയവരെ നിങ്ങളൊന്ന് തെരഞ്ഞു പിടിച്ച് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവാ. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അഗ്നിപത് പദ്ധതി എന്ന് പറയുന്ന ഒരു പരിപാടി വെച്ചിട്ട് ഇന്ത്യയിലെ മിലിറ്ററി സർവീസിൽ പോലും നിങ്ങൾ നിയമന നിരോധനം ഏർപ്പെടുത്തി അവിടെ താൽക്കാലികക്കാരെ കുത്തിക്കയറ്റാനുള്ള പരിശ്രമം നിങ്ങൾ നടത്തുന്നത്. 2022-23 മിലിറ്ററിയിൽ ആരെങ്കിലും എടുത്തോ? നിങ്ങൾ പറ. പിന്നെ ഞാൻ ഇതിൻ്റെ തുടർച്ചയായി തന്നെ പറഞ്ഞിട്ട് പോവുക, ഈ റെയിൽവേക്കകത്ത് മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെപ്പോലെയുള്ളവർ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, നിങ്ങൾക്ക് എത്രയും എനിക്കറിയില്ല, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. എന്താ ആനുകൂല്യം? അവർ സ്ത്രീകളാണെങ്കിൽ 40%, പുരുഷന്മാരാണെങ്കിൽ 50% അവർക്ക് ഇളവുണ്ടായിരുന്നു യാത്രാ ടിക്കറ്റിൽ. ഇപ്പോൾ ഉണ്ടോ ഇല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. 2000 കോടിയിലധികം രൂപയാണ് ഈ ആനുകൂല്യം എടുത്തു കളഞ്ഞതിൻ്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേക്ക് ലാഭമായി കിട്ടിയത്, അധികമായി കിട്ടിയത്. അറിയോ നിങ്ങൾക്ക്? ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്ന പ്രൈസിംഗ് ഏർപ്പെടുത്തി ഈ റെയിൽവേയിൽ വലിയ കൊള്ളയല്ലേ നടക്കുന്നത്?
സാധാരണക്കാരൻ്റെ ആശ്രയമായി മാറേണ്ട അവൻ്റെ ഈ പൊതുഗതാഗത സംവിധാനത്തെ അവന് സാധാരണക്കാരൻ ആശ്രയിക്കേണ്ട ഒരു ഗതാഗത സംവിധാനത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഡൈനാമിക് പ്രൈസിങ്, ഫ്ലൈറ്റിലെ ചാർജാണ്, ഫ്ലൈറ്റ് ചാർജ് പോലെ ഏർപ്പാടാക്കേണ്ട ചാർജാണോ ഇത്? എന്നാലോ ടിക്കറ്റ് കിട്ടുമോ? ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ വകയായി 83 കോടിയാണ് കഴിഞ്ഞ 6 മാസക്കാലയളവിൽ റെയിൽവേക്ക് ലാഭമുണ്ടായത്. 83 കോടി രൂപ. ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കുക നിങ്ങൾ. ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ നിയമനം നടത്തിയത്? വി ശിവദാസൻ MP പാർലമെൻറ്റിൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? BSNL-ൽ 1.5 ലക്ഷം തസ്തികകൾ എന്നേക്കുമായി ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. എന്നേക്കുമായി ഇല്ലാതെയാക്കി എന്നുള്ളത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ പ്രധാനമന്ത്രി എവിടെയും സംസാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു ഡിബേറ്റിനോ ഒരു സംസാരത്തിനോ നിങ്ങളില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണക്കുകൾ കൃത്രിമമായിട്ടുണ്ടാക്കും, അത് അവതരിപ്പിക്കും. നിങ്ങൾ ഈ സർവേ നടത്തുന്ന ആളുകളെ പോലെ പിരിച്ചുവിടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നീതി ആയോഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അതും നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. അവിടെയും നിങ്ങൾ മറ്റെന്തെങ്കിലും ന്യായങ്ങളുമായിട്ട് വരും. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ കർഷകരെ എല്ലാം കബളിപ്പിക്കുക. രാജ്യത്തെ കർഷകർ നിങ്ങളുടെ ഈ മുമ്പിലില്ലേ അവരുടെ സമരത്തെക്കുറിച്ച്? 700ഓളം കർഷകർ തെരുവിൽ മരിച്ചു വീണില്ലേ? ആ കർഷക സമരത്തിന് നേരെ വാഹനം ഓടിച്ച് കയറ്റിയത് നിങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ മകനല്ലേ? ആ സമരത്തെ എത്ര ക്രൂരമായിട്ടായിരുന്നു നിങ്ങൾ നേരിട്ടത്? ഈ രാജ്യത്തുടനീളം കർഷകർ സമരത്തിലല്ലേ? യുവജനങ്ങൾ സമരത്തിലല്ലേ? എല്ലാ വിഭാഗം ജനങ്ങളും സമരത്തിലാണ്. എത്ര വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടി? ഇവിടെ ആർക്കാ നേട്ടമുണ്ടാകുന്നത്? നേട്ടമുണ്ടാകുന്നത് അദാനിക്ക് മാത്രമാണ്. 609 2014 അദാനിയുടെ റാങ്ക് ഈ ലോക മുതലാളിത്ത പട്ടികയിൽ. ഇപ്പോൾ അദാനിയുടെ റാങ്ക് എത്രയാ? അദാനി 1, 2, 3 ആണ്. എങ്ങനെയാണ് മാറുന്നത്? അദാനിക്ക് സർവ്വതും അങ്ങ് നീക്കി വെച്ച് കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക. ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുക, അവിടെയെല്ലാം നിയമന നിരോധനങ്ങൾ നടപ്പിലാക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുക. ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സംവരണാനുകൂല്യം കൂടിയാണ്. മെറിറ്റ് അട്ടിമറിക്കുകയാണ്. അവിടെ പാവപ്പെട്ടവന് ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാതാവുക. ഇങ്ങനെ ഈ രാജ്യത്തുടനീളം നിങ്ങൾ കാണിക്കുന്നത് യുവജന വിരുദ്ധ നയമാണ്. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ കാണാത്ത നയമാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾ വലിയ ക്രൂരതയാണ് ഈ രാജ്യത്തോട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാൻ നിങ്ങളില്ല. പിന്നെ കേരളത്തിന് ആനുകൂല്യം കൊടുത്തോ ഇല്ലേ എന്നുള്ളതാ. 742 കോടി രൂപ നെൽകർഷകർക്ക് കൊടുക്കാനുണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിച്ച കണക്കല്ലേ? ഇതൊന്നും ഞങ്ങൾ പറയുന്ന ദേശാഭിമാനിയിൽ വന്ന കണക്കല്ലല്ലോ. പിന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തത് നമുക്ക് കാണാം. ഇക്കലെ വളരെ കൃത്യമായി ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പോവുകയാണോ വേണ്ടത്? അങ്ങനെയല്ലല്ലോ. നിങ്ങൾ റെയിൽവേ മേഖലയെ, സംസ്ഥാനങ്ങളെ, BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു തരത്തിൽ പീഡിപ്പിക്കുന്നു, ഉപരോധം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇന്നിപ്പോൾ നമ്മൾ കേട്ടത്.